നമസ്കാരം, പെൻഡാളിലേക്ക് സ്വാഗതം. സോ അഭിചേട്ടാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ പറ്റും? ഓക്കെ, ഈ 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങാൻ പറ്റുമെന്ന് നമ്മളോട് പലരും ചോദിക്കാറുണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താൻ 1000 രൂപ വെച്ചിട്ട് ഈവൻ 500 രൂപയ്ക്കും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങാം. പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ 1000 രൂപയ്ക്ക് നല്ല നല്ല മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് SIP ആയിട്ട് തുടങ്ങാം, ബാങ്കിൽ RD തുടങ്ങാം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിലും 1000 രൂപ വെച്ചിട്ട് ഗോൾഡ് ETF അല്ലെങ്കിൽ ഗോൾഡ് ഫണ്ട് അങ്ങനെയുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ്സുകൾ നടത്താം. അപ്പോൾ ഇത് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താൻ ഓപ്ഷൻസ് ഉണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ പറഞ്ഞ 1000 രൂപയ്ക്കെങ്കിൽ 1000 രൂപയ്ക്ക് ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാം ഇൻവെസ്റ്റ്മെന്റ്സുകൾ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഒരു ചെറിയ കാലഘട്ടത്തിന് ഉള്ളിലാണ് നിങ്ങളുടെ ആവശ്യം വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ RD അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഡെറ്റ് ഫണ്ട് കാറ്റഗറികളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സുകൾ നടത്തി കൊണ്ടുപോകുക. നിങ്ങളുടെ ഒരു ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡ് ETF വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് കൺസിഡർ ചെയ്യാം. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിന്റെ പ്രൈസിന്റെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും, എങ്കിൽ കൂടി ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇതിൽ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ 1000 രൂപയ്ക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് സ്റ്റോക്സ് നല്ല നല്ല സ്റ്റോക്കുകൾ 1000 രൂപയ്ക്ക് കിട്ടുന്നതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഷെയറുകൾ ഇപ്പം ഒരു മാസം 1000 രൂപ നിങ്ങൾ ലൊക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും 1000 രൂപയ്ക്കുള്ള ഷെയർസ് മേടിക്കുക. അപ്പോൾ ഇത് ഭാവിയിൽ നിങ്ങൾക്ക് നല്ലൊരു നമ്പർ ഓഫ് ഷെയർസ് നിങ്ങളുടെ പേരിൽ ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ അപ്രിസിയേഷനോട് കൂടി നല്ലൊരു തുക ആയി വരാനും പറ്റും. ഇത് തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഷെയർസ് കാര്യങ്ങൾ നിങ്ങൾക്കത് ചെയ്യാനുള്ളൊരു ഇതില്ല, നല്ലൊരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ ഒരു ഇതിൽ എന്നുള്ള രീതിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് നോക്കാം. മ്യൂച്വൽ ഫണ്ടിലായാലും 1000 രൂപയ്ക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് SIP വെച്ച് ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. 1000 രൂപയ്ക്കായാലും മ്യൂച്വൽ ഫണ്ടിലാണ്, ചില ഫണ്ടുകളിലൊക്കെ 500 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം വേണ്ടത് ഞാൻ തന്നെ ഗോൾഡ് പറ്റും. നമുക്ക് ഗോൾഡിൽ മ്യൂച്വൽ ഫണ്ടിൽ വേണമെങ്കിൽ ഗോൾഡ് ഫണ്ടായിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഗോൾഡ്, അങ്ങനത്തെ ഗോൾഡ് സിൽവറിലൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ടല്ലോ ക്ലയൻസിന്. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് 1000 രൂപയ്ക്ക് ഗോൾഡോ അല്ലെങ്കിൽ സിൽവറോ മേടിക്കാം. അപ്പോൾ 1000 രൂപയ്ക്ക് ഇക്വലന്റ് ആയ ഗോൾഡ് യൂണിറ്റ്സ് എത്രയാണോ അത്രയും യൂണിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ പേരിൽ അത് സേഫ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഫിസിക്കൽ ഗോൾഡൊക്കെ മേടിക്കുന്നതിനേക്കാളും കുറെ കൂടി ബെനിഫിറ്റുമാണ് ഈ രീതിയിൽ ഗോൾഡ് ETF കാര്യങ്ങളായിട്ട് മേടിച്ചു വന്നത്. ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ഇതിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ അതിനർത്ഥം 1000 ഈവൻ അതിനേക്കാൾ താഴെ 500 റുപ്പീസ് വരെ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ്സുകൾ പോസിബിൾ ആണ്. ഇപ്പൊ ചെറിയ എമൗണ്ട് ആയാലും വലിയ എമൗണ്ട് ആയാലും മ്യൂച്വൽ ഫണ്ട്സിലും ട്രേഡിംഗ് ഡിമാറ്റ് അക്കൗണ്ട് ആയിട്ടായാലും ചെയ്തെടുക്കാം. എടുക്കും. ഓക്കെ.